ആത്മാവേ ആത്മാവേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശോത്തൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റൂഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. നെഞ്ചിന്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ. നെഞ്ചിന്റെ നോവുകളെല്ലാം അറിയുവാൻ നീ മാത്രമൻ ദൈവമേ. എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളതു നിൻ സന്നിധി മാത്രമേ. നിൻ സന്നിധി മാത്രമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം ഏൽ റുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ വ്യക്തമായ ഒരു സന്ദേശം ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതലുള്ള തിരുവചനമാണ്. ഈ തിരുവചന ഭാഗം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുന്നു. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബന്ധിക്കും. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ദുർബലമായി പോവുക? നമ്മുടെ മനസ്സ് ദുർബലമാക്കാനുള്ള കാരണം കർത്താവ് നമ്മോട് പറയുക, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നമ്മുടെ മനസ്സ് ദുർബലമായി പോവുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന സന്ദേശമാണ്. ഒത്തിരി മക്കളാണ് ഈ ജഡിക പാപാവസ്ഥയിൽ ഈ ലോക ജഡസുഖ മോഹങ്ങളിൽ മുഴുകി ജീവിക്കുക. ആ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയും അങ്ങനെയുള്ളവർക്ക് അതേ മേഖലയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടിയും നമുക്ക് ഈ സമയം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള ജഡിക അവസ്ഥയിൽ പോകുന്നവർ അവരുടെ മനസ്സങ്ങോട്ട് ദുർബലമായി പോവുകയാണ്. അതുകൊണ്ട് ഈശോ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാർഗം പറയുക, ശക്തമായ തീരുമാനം എടുക്കാനും ഒപ്പം തന്നെ ശക്തമായ രീതിയിൽ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കാൻ കർത്താവ് നമുക്ക് സന്ദേശം തരികയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗം റോമാക്കാർക്കെതിയ ലേഖനം, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്കെതിയ ലേഖനം 13-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറയുക. ഇതെല്ലാം
ഇതെല്ലാം ചെയ്യുന്നത് ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. വലുതി പറഞ്ഞേ ഹല്ലേലൂയ. ഇരുപത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വീണ്ടും കർത്താവ് ഇന്നേ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തരുന്ന ശക്തമായൊരു സന്ദേശമാണ് തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുവചനം. ഈ വചനം കർത്താവ് എഴുതി കാണിക്കുകയാണ്. നമുക്കെല്ലാവർക്കുള്ള ശക്തമായ സന്ദേശമാണ് തോബിത്ത് 4:3. അത് മറ്റൊന്നല്ല, നീ നിന്റെ അമ്മയുടെ ഹിതം നോക്കണം, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. വാഗ്ദാനത്തോടുകൂടിയുള്ള ആദ്യത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന കൽപ്പന. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് ഈ സന്ദേശം തരികയാണ്. അമ്മയുടെ ഹിതം നോക്കണം, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അത് തോബിത്ത് തോബിയാസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ആ വചനം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. തോബിത്ത് 4:3 ഏറ്റുപറയുന്നു. അവൻ മകനെ വിളിച്ചു പറഞ്ഞു, മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. ഇരു കരങ്ങളെത്തുന്നു സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ജഡിക പാപങ്ങളിൽ നിന്ന് മോചനത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാപിതാക്കളെ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അപ്പനെ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. വൈദികരെ സിസ്റ്റേഴ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. അധികാരികളെ മൂത്തവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മയുടെ ഹിതം നോക്കണം, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. വചനത്തിന് അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. അമ്മയുടെ ഹിതം നോക്കണം, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഈ വചനത്തിന് അഭിഷേകം നിറയട്ടെ, നിറയട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത നമ്മിൽ നിന്ന് മാറിപ്പോട്ടെ. മദ്യപാനത്തിന്റെ ദുരാത്മാവ് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജഡിക പാപങ്ങളുടെ ദുരാത്മാവ് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ താല്പര്യം വയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വയ്ക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആത്മീയ മനുഷ്യനായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. ദൈവാത്മാവിനെ നയിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ്. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ
ചേർന്ന് പാടാം. ഉറകിട്ടുപോയ ഉപ്പായ എന്നെ ഉറക്കൂട്ടിയിടണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയായിട്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. അറിയാവുന്ന പോലെ ഹല്ലേലൂയ വേഗത്തിൽ പറഞ്ഞ് ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷാവുള്ളവര് ഭാഷാത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജഡിക പാപങ്ങളുടെ അവസ്ഥകളൊക്കെ വിട്ടുപോകട്ടെ, ജഡിക ബന്ധനങ്ങളൊക്കെ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുസരണക്കേണ്ട ദുരാത്മാവ് വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിലെ വിശുദ്ധരെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഇത് ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടുന്നേ, തിരത്തത്ത കഴുകണമേ. സകല ശുദ്രവും മന്ത്രവാദ അഭിചാര ഗൂഢോത്ര ദുഷിദോഷം പൈശാചി ആക്രമണം പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതിയും വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയായ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ ശക്തിയിലും മധ്യസ്ഥാനും മികാർ അപ്പ ഗബ്രിയ മാലാമാരുടെ ശക്തമായ സാന്ത സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലൂടെ, വായിലൂടെ, വസ്ത്രത്തിലൂടെ, ഭക്ഷണത്തിലൂടെ, മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനുഷികമോ പ്രാപഞ്ചികമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 1 യോഹന്നാൻ 3:8 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മതിലേക്ക് വചന ശക്തിയ സകലവിധ പ്രകൃതിക്ഷോഭ ഇടിമിനെ ഇടിവിട്ട് നാശനഷ്ടങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാശി വൈരാഗ്യം തർക്കം കലഹങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജഡികാസക്തി ദ്രവ്യാസക്തി കോപാസക്തി ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബൂത അഹങ്കാര അസൂയ അലസ മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്ര തടസ്സം പഠന തടസ്സം കോടതി കേസ് സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രിയങ്ങൾ ബാഹ്യത്തിന് ചെറുത് വലുതുമായ രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടിച്ച എല്ലാ വൈകാരിക രോഗങ്ങൾ ആന്തരിക മുറിവുകൾ വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കുക ജപമാല തടസ്സങ്ങൾ രോഗശാന്തിയുടെ തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാത്ത തടസ്സങ്ങൾ വരദാനം കിട്ടാത്ത തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണത്തെ പിന്നെ പ്രവർത്തിക്കുന്ന പൈശാചിക അരൂപി അന്ധകാര ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു, ഈശോയെ കുരിശിന് വേണ്ടി ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പ്രവേശിച്ചു പോകുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 3 പ്രാവശ്യം യേശുവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ചേ. യേശുവേ യേശുവേ യേശുവേ. കരങ്ങളടിച്ച് സ്വയം നോക്കിക്കൊണ്ട് ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ. ജഡമോഹങ്ങളിൽ വലയും ഞങ്ങളിൽ പുതിയൊരു ജനനം നൽകണമേ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാൻ. നിർമ്മലമായൊരു ഹൃദയം നൽകി പുതിയൊരു ജീവിതമേകാൻ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. ആത്മാവേ കൃപയേകണമേ, വരദാനങ്ങൾ നൽകണമേ. പുതിയൊരു ജനനം അടിച്ച് ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പാടിക്കൊണ്ട് ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ റൂഹായേ എന്നിൽ കത്തി പടരണമേ. പുതിയൊരു ജനനം കരങ്ങളുയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ഗാനത്തിന്റെ അഭിഷേകം നിറയട്ടെ നിറയട്ടെ. ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. പുട്ട് ഓൺ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. നിദ്ര വിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ അശുദ്ധിയും മാറിപ്പോട്ടെ. ലോക ജഡ സുഖമോഹങ്ങൾ ഭരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ച് വേഗത്തിൽ ഉച്ചത്തിൽ സ്തുതിച്ച് ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ച് സബഹാല ബാല 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 ബാല. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ കുർബാന ഇറങ്ങി വന്ന തൊണ്ടമേ ആത്മാവേ. ഹാല 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 സബഹാല ബാല ബാല. പടരണമേ. പുതിയൊരു ജനനം നൽകണമേ. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
വലിയ അഭിഷേകം കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ട് രോഗികൾ പ്രാർത്ഥിക്കുക. ശ്വാസമുട്ടുള്ള ആസ്മ രോഗമുള്ള ഒരു സഹോദരനെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ലിജു എന്ന പേരുള്ളൊരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. പോളച്ചൻ എന്നൊരു പേര് തരുന്നു. പോളച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചെവിക്കടി എപ്പോഴും ബഡ്സ് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ബാഗിലൊക്കെ യാത്ര പോകുമ്പോൾ ഒക്കെ ബഡ്സ് ഉപയോഗിക്കും. കാരണം എപ്പോഴും ചെവി കടിക്കും. ആ ചെവി ചൊറിച്ചിൽ കടി ബഡ്സ് ഉപയോഗിക്കുന്ന വ്യക്തി പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സാക്ഷ്യപ്പെടുത്തണം. പ്രഷർ കുറയുന്ന അവസ്ഥ. പ്രഷർ കുറയുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ഉപ്പ് കലക്കി കുടിക്കുന്ന സ്വഭാവം അവസ്ഥയുള്ള ഒരാൾക്ക് പ്രഷർ കുറയുന്ന അവസ്ഥയുള്ളവർ പ്രാർത്ഥിച്ചോ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. എപ്പോഴും തളർച്ച, ക്ഷീണം കർത്താവ് സൗഖ്യം നൽകി ചില മക്കൾ അനുഗ്രഹിക്കുന്നുണ്ട്. ഉറക്കക്കുറവ്, ഉറക്കം കിട്ടാത്ത അവസ്ഥ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ കുറിച്ച് ഓർത്തുള്ള ദുഃഖം കർത്താവ് ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പലരുടെയും മനസ്സിൻ്റെ ഭാരം ഈ സമയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായ തലവേദന, മൈഗ്രെയിൻ തലവേദനയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. എൽവിൻ എന്നൊരു പേര് തരുന്നു. എൽവിൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ക്യാൻസർ രോഗിയായ ഭാര്യയ്ക്ക് സമീപത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്ന ഒരു സഹോദരൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ട് ഭാര്യയെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പല മക്കളുടെയും കോടതി കേസിൽ കർത്താവ് ശക്തമായി ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെയുള്ള കോടതി കേസുള്ളവരൊക്കെ ശക്തമായി പ്രാർത്ഥിക്കുക. വാടക വീട്ടിൽ താമസിക്കുന്ന രഞ്ജു എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നാവിന് രുചി കിട്ടാത്ത ഒരാളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കോഴിയിറച്ചി കഴിക്കുമ്പോൾ വരുന്ന അലർജി മാറ്റി കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിയ എന്ന പേരുള്ളൊരു കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഡേവിസ് എന്ന സഹോദരൻ്റെ ബിസിനസ് മേഖലയിൽ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നു. അധ്യാപികയായ ഷീല എന്ന മകളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. IELTS എക്സാം എഴുതാനായിട്ട് ഒരുങ്ങുന്ന മക്കളൊക്കെ പ്രാർത്ഥിക്കുക. കർത്താവ് ചില മക്കളെ പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. പീരീഡ് സംബന്ധമായ അസ്വസ്ഥത മാറ്റി 16 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഷിബിൻ എന്ന യുവാവിൻ്റെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ജോർജ് എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നാളുകളായി ഭക്ഷണം ഇറക്കുമ്പോഴുള്ള വേദനയും തടസ്സം എടുത്തു മാറ്റി കർത്താവ് ഒരു സഹോദരനെ അനുഗ്രഹിക്കുന്നുണ്ട്. റിയ എന്നൊരു പേര് തരുന്നു. റിയ എന്ന മകളെയും ആ മകളുടെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. വിദേശത്ത് ജോലി സംബന്ധമായ പ്രതിസന്ധിയിലായിരിക്കുന്ന റോണി എന്ന മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ബ്ലസ്സി എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മലദ്വാരത്തിലെ തടിപ്പ് ഓപ്പറേഷന് ശേഷം ബയോപ്സിക്ക് അയച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് ഭയപ്പെടേണ്ട എന്ന് കർത്താവ് സന്ദേശം നൽകുന്നു. നാവിൽ നിന്ന് തൊലി പോവുകയും നിറയെ വായ്പുണ്ണ് വരികയും ചെയ്യുന്ന 2 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സുബിൻ എന്ന മകൻ്റെ വിദേശ യാത്രാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഒത്തിരി കുടുംബങ്ങളിൽ നിന്ന് അസമാധാനത്തിൻ്റെ ദുരാത്മാവിനെ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മാളു എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രഭാഷകൻ 15:15 കർത്താവ് സമൂഹത്തിന് തരികയാണ്. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവ്വം പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. എല്ലാ ജഡിക പാപങ്ങളിൽ നിന്നും മദ്യപാന സുഖലോൽബന്ധം വിട്ടുനിൽക്കാൻ വിശുദ്ധ അഗസ്റ്റിനെ പോലെ ശക്തമായ തീരുമാനം എടുക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം തരികയാണ്. കാലിൽ ഉണങ്ങാത്ത മുറിവുള്ള ഡെയ്സൺ എന്ന സഹോദരന് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഡെയ്സനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. അനുഗ്രഹങ്ങളോട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവേ. യേശുവെ സ്തുതി, യേശുവെ നന്ദി. എൻ്റെ പേര് തങ്കച്ചൻ. ഞാൻ തിരുവമ്പാടി പഞ്ചായത്തിലുള്ള മുത്തപ്പൻപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2022 ജൂൺ മാസത്തെ താമസിച്ചുള്ള ധ്യാനത്തിൽ ഇവിടെ വന്നിരുന്നു. അന്ന് എന്നെ ഇവിടെ എത്തിച്ചത് ഞങ്ങളെ ഇടവ വികാരിയും അവിടുത്തെ ഒരു സാബു ബ്രദറും കൂടിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. കാരണം ഭയങ്കരമായ മദ്യപാനമായിരുന്നു.
അപ്പോൾ അവർക്കത് അറിയാമായിരുന്നത് കൊണ്ട് അവരെന്നെ ഇവിടെ നിർബന്ധിച്ച് ഇവിടെ ബുക്ക് ചെയ്ത് ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത്. ഞാൻ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്. അതുപോലൊരു ധ്യാനം കൂടി ഒരാഴ്ച കൊണ്ട് പോകാമെന്ന് ഓർത്ത് ഞാൻ പോകുന്നതാണ്. പക്ഷേ ആ ധ്യാനങ്ങളെല്ലാം കൂടിക്കഴിഞ്ഞ് ഈ മദ്യപാനം വീണ്ടും 1 മാസം അല്ലെങ്കിൽ 2 മാസം മാത്രമേ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി. ഇതുവരെ മദ്യം കഴിക്കുകയോ മദ്യം കഴിക്കണമെന്ന് തോന്നുകയോ ചെയ്തിട്ടില്ല. പലതരത്തിലുള്ള പ്രലോഭനങ്ങളും വന്നിട്ടുണ്ട്, എന്നിട്ടും മദ്യം കഴിച്ചില്ല. ധ്യാനത്തിൻ്റെ സമയത്ത് കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ജോപ്പച്ചൻ ബ്രദറെ മദ്യപാനത്തിൻ്റെയും നടുവേദനയുടെയും ആ രോഗം മാറ്റുന്നു എന്ന് പറഞ്ഞു. അത് തന്നെ ആരാധനയുടെ സമയത്ത് അച്ഛനിവിടെ വിളിച്ചു പറയുകയുണ്ടായി. ആ 40 വർഷമായി കഴിച്ചുകൊണ്ടിരുന്ന മദ്യം ഇപ്പോഴെനിക്ക് കഴിക്കണമെന്ന് പോലും തോന്നുന്നില്ല. അങ്ങനെ ഞാൻ സാക്ഷ്യം പറയാതിരുന്നപ്പോൾ ഏകദേശം ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളുടെ ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, മദ്യപാനം നിർത്തിക്കഴിഞ്ഞിട്ടും ഇതുവരെ സാക്ഷ്യം പറയാത്ത ഒരു സഹോദരനുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. അത് ഞാനായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയേണ്ടത് ആവശ്യമാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അന്ന് പ്രാർത്ഥനയിൽ നിയോഗമായി വെച്ചിരുന്നത് എൻ്റെ മകൻ്റെ കൊച്ചിൻ്റെ ഗർഭസ്ഥ ശിശുവായിട്ടുള്ള കൊച്ചിന് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അമ്മയിൽ നിന്നും പോകുന്ന രക്തക്കുഴലിലൂടെ ഭയങ്കര മർദ്ദത്തിലായിരുന്നു രക്തം ഒഴുകിക്കൊണ്ടിരുന്നത്. കൊച്ചിന് വളർച്ചക്കുറവുണ്ടായിരുന്നു, തൂക്കം കുറവുണ്ടായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 3-ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ധ്യാനത്തിന് വരുന്നത്. അപ്പോൾ ഞാൻ നിയോഗം എഴുതിയിട്ടിരുന്നു, കൊച്ചിന് ആരോഗ്യം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ 5-ാം മാസത്തെ ടെസ്റ്റിൽ വിളിച്ച് പറഞ്ഞു, ആ പറഞ്ഞ അസുഖങ്ങളെല്ലാം മാറി. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ട്, കൊച്ചിന് ഡൗൺ സിൻഡ്രോം, ബുദ്ധിമാന്ദ്യം 90% കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ വിഷമത്തിലായി. അന്ന് തന്നെ കൊച്ചിൻ്റെ ബ്ലഡ് എടുത്തിരുന്നു. 10 ദിവസത്തിനുള്ളിൽ വരുന്ന ഒരു അഡ്വാൻസ്ഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്ലഡ് എടുത്തിരുന്നു. ഞങ്ങൾ 33 ദിവസത്തെ അത്ഭുതങ്ങളുടെ ജപമാല കാണുന്നതിന് നിയോഗം വെച്ചു. ഞാനും എൻ്റെ ഭാര്യയും. മക്കൾ ബാംഗ്ലൂരാണുള്ളത്. അങ്ങനെ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 9-ാമത്തെ ദിവസം അച്ഛൻ പറഞ്ഞു, ഗർഭസ്ഥ ശിശുക്കളെ ദൈവം സ്പർശിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങളെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ജപമാല സമയമായതുകൊണ്ട് ഞങ്ങൾ കോൾ എടുത്തില്ല. ജപമാല കഴിഞ്ഞ് നോക്കുമ്പോൾ അവർ മെസ്സേജ് വിട്ടിരിക്കുന്നു, അവരുടെ റിസൾട്ട് ഉൾപ്പെടെ കൊച്ച് യാതൊരു പ്രശ്നവുമില്ല, നോർമലാണെന്നുള്ള ഇത് വിട്ടിരിക്കുന്നു. അച്ഛൻ ഇവിടെ ആ ജപമാലയുടെ സമയത്ത് പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഫോൺ വന്നത്. അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത്. അതുപോലെ തന്നെ ഞാനിവിടെ ഈ നവംബർ 14-ാം തീയതി ശിശുദിനത്തിൻ്റെ അന്ന് സുഖപ്രസവത്തിൽ ഒരു പെൺകുഞ്ഞിന്, ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകുകയും ചെയ്തു. അവരിവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു. അതുപോലെ എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു, എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പലതവണ ഞാനിവിടെ വന്ന സമയത്തും ഏകദിന കൺവെൻഷൻ വരുന്ന സമയത്തൊക്കെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ദേഷ്യമുള്ള ഒരാളുണ്ട്. ഒരു പ്രാവശ്യത്തെ ഏകദിന കൺവെൻഷൻ അച്ഛൻ പറഞ്ഞു, അനേകം ചെടിച്ചട്ടികൾ ചവിട്ടിപ്പൊട്ടിച്ച ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്, പറഞ്ഞു കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ ചിരിച്ചു, ചെടിച്ചട്ടി പൊട്ടിച്ചത് വേറെ ആയിരിക്കുമല്ല, ഞാൻ തന്നെയായിരിക്കും. ഞാൻ 30 ചെടിച്ചട്ടി പൊട്ടിച്ചു. ഞാൻ ഒരു ദിവസം അവിടെ ഇല്ലായിരുന്നു. ചെന്ന് നോക്കുമ്പോൾ ചെടി വാടിയിരുന്നു, അതെല്ലാം ഉണങ്ങി കിടന്നതുകൊണ്ട് ഞാനെല്ലാം ദേഷ്യത്തിൽ ചവിട്ടിപ്പൊട്ടിച്ചു. അപ്പോൾ ഇത് അച്ഛൻ വിളിച്ചു പറഞ്ഞത് എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നി. അത്ഭുതങ്ങളുടെ ജപമാല ഇതെല്ലാം ഇവിടെ വണ്ടേയിലാണ് അന്ന് അത് പറഞ്ഞത്. അതിനുശേഷം എനിക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നടുവിന് വേന, അതെല്ലാം അച്ഛൻ, നടുവിന് വേനയുള്ള ഒരാളുണ്ട്, അത് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അന്ന് മുതൽ, ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞ് പോയ അന്ന് മുതൽ ഇന്നലെ വരെ ഞങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാല കൂടുന്നുണ്ട്. എല്ലാ അത്ഭുതങ്ങളുടെ ജപമാലയിലും ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഗ്രഹം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ കേട്ടല്ലോ, അതിശക്തമായൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് അദ്ദേഹത്തിന് നമ്മോട് പറയാനുള്ളത്. അത്ഭുതങ്ങളുടെ ജപമാലയിലും ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിലും ഏകദിന കൺവെൻഷനിലും കിട്ടിയ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. അതിലാദ്യമായിട്ട് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദുശീലം, ഒരു ജഡിക പാപം, മദ്യപാന ആസക്തി. ആ മദ്യപാനം 40 വർഷമായ മദ്യപാനത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ദൈവം അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് മദ്യമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും അദ്ദേഹം കുടിക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് ഒരു താല്പര്യം പോലും അദ്ദേഹത്തിന് വരുന്നില്ല. അതുപോലൊരു വിടുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഒരു ദിവസം ഈ സഹോദരൻ സാക്ഷ്യം പറഞ്ഞതുപോലെ എനിക്കും
ഈ അൾത്താരയിൽ നിന്ന് സാക്ഷി പറയാനുള്ള കൃപ, അങ്ങനെ നിന്നെ മഹത്വപ്പെടുന്ന കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരണ ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ സമയം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.